നമ്മുടെ ചേലക്കരയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ഏതാണെന്ന് അറിയോ? മേപ്പാടമുള്ള ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റ്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ ഗ്രോസറി ഐറ്റംസ് ആണ്. നല്ല പ്രീമിയം ഐറ്റംസ് ആണ്, അതുപോലെ തന്നെ നല്ല ഓഫേഴ്സും ഉണ്ട്. പുട്ടുപൊടി, മുളക് പൊടി, അങ്ങനെ അടുക്കളയ്ക്ക് വേണ്ട എല്ലാ പൊടികളിലും അടിപൊളി ഓഫറാണ്. ഡെയിലി ടേബിളിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മിതമായ വിലയിൽ ഗുണമേന്മയോടുകൂടി ലഭ്യമാണ്. ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റിന്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് ഐറ്റംസ് ആയ ഫ്ലവേഴ്സ് സെക്ഷൻ, ഫ്രെയിം സെക്ഷൻ, നല്ല ഭംഗിയുള്ള പ്ലേറ്റ് സെക്ഷൻ ആൻഡ് ഗ്ലാസ് സെക്ഷൻ ഒക്കെ ഉള്ളത്. അപ്പൊ ആരും മറക്കണ്ട, ചേലക്കര മേപ്പാടമുള്ള ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റ്. തൊഴിൽ ചൂഷണങ്ങൾക്കും വർദ്ധിച്ചു വരുന്ന ഇന്ധനവില വർധനവിനുമെതിരെ പ്രതിഷേധവുമായി CITU ചേലക്കര യൂണിറ്റ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ പ്രതിഷേധ ധർണയിലും മാർച്ചിലും നിരവധി തൊഴിലാളികൾ അണിനിരന്നു. പെട്രോൾ, ഡീസൽ, പാചകവാതകം എന്നിവയുടെ അടിക്കടിയുള്ള വില വർധനവിനെതിരെ CITU ചേലക്കര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ചേലക്കര കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണയുടെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ CITU ജനറൽ സെക്രട്ടറി UP ജോസഫ് നിർവഹിച്ചു. കഴിഞ്ഞ തിങ്കളാഴ്ച 8-ാം തീയതി നടത്താനാണ് നമ്മൾ തീരുമാനിച്ചത്. അതിന്റെ തലേദിവസമാണ് ചേലക്കരയിലെ ആ സമരം ഉദ്ഘാടനം ചെയ്യാൻ കൂടി നിശ്ചയിച്ചിരുന്ന CITUവിന്റെ ജില്ലാ ഭാരവാഹികളിൽ പ്രമുഖയായിട്ടുള്ള സംസ്ഥാന കമ്മിറ്റി അംഗമായ ഷീല അലക്സ് ആകസ്മികമായി മരണപ്പെട്ടത്. അതിന്റെ ഭാഗമായി ജില്ലയിലെ ആ പ്രതിഷേധ പരിപാടി ഇന്നത്തേക്ക് മാറ്റിവെക്കുകയാണ് ചെയ്തത്. ഇന്ധന വില വർധനവ് എപ്പോഴുമുണ്ട്, അതിപ്പോഴുമുണ്ട്, അതിലൊരു അസ്വാഭാവികതയില്ല എന്ന് പ്രചരിപ്പിക്കാനാണ് ഈ വിലവർധനവിന്റെ മുഖ്യ കാര്യക്കാരായ കേന്ദ്ര ഗവൺമെന്റിനെ പോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. കേന്ദ്ര ഭരണകക്ഷിയായ BJPയെ പോലെ സംസ്ഥാന ഭരണകക്ഷിയായ കോൺഗ്രസ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. എന്താന്നില്ല, പെട്രോള്, ഡീസല്, പാചകവാതകം, ഇന്ധനങ്ങളാകെ നമ്മുടെ നാട്ടിൽ വില നിർണയിച്ചിരുന്ന ഒരു സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായം ഓരോ ദിവസത്തെയും വില മാറ്റത്തിനനുസരിച്ച് മാറ്റലാക്കി മാറ്റിയത്. അതാണ് എന്റെ പ്രത്യേകത. മുൻപ് ഒരിക്കൽ വില നിശ്ചയിച്ചാൽ ഒരു നിശ്ചിത കാലം കൂടുമ്പോൾ ഗവൺമെന്റ് വില പുനഃപരിശോധിക്കുകയാണ് ചെയ്യുന്നത്. 50 പൈസയോ 1 രൂപയോ വില വർദ്ധിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിക്കും. കൂടെ തീരുമാനിക്കുന്ന ഒരു ഘട്ടമെത്തിയപ്പോഴാണ് കേന്ദ്ര ഗവൺമെന്റ് നിലപാടെടുത്തു, ഇനി വില നിർണയം ഞങ്ങൾ നടത്തുന്നില്ല, എണ്ണ കമ്പനികൾ നടത്തിക്കോട്ടെ. കോൺഗ്രസ് ആണ് അന്ന് ഭരണകക്ഷി. കേന്ദ്ര കോൺഗ്രസ് ഭരണമാണ് പെട്രോൾ വില ഇങ്ങനെ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത്. ആ വർധനവിനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റ് സ്വമേധയാ കൈയൊഴിഞ്ഞ് എണ്ണ കമ്പനികൾക്ക് വിട്ടുകൊടുത്തത്. എണ്ണ കമ്പനികൾ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം പോലെ കേന്ദ്ര ഗവൺമെന്റ് ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമുള്ള കമ്പനികളുണ്ട്. ഗൂഗിൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഴയന്നൂർ ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ OS സജി, തൃശൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായ ടീച്ചർ എന്നിവർ സംസാരിച്ചു. CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MB മനോജ് കുമാർ, ഏരിയ സെക്രട്ടറി വാസുദേവ് തുടങ്ങിയ പ്രമുഖ നേതാക്കളും നൂറുകണക്കിന് CITU പ്രവർത്തകരും അനുഭാവികളും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. അന്ന് ഉദ്ഘാടനം ചെയ്യാൻ നിശ്ചയിച്ചത് CITUവിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും തൃശൂർ ജില്ലാ പ്രസിഡന്റുമായ സഖാവ് ഷീല അലക്സാണ്. അവരുടെ നിര്യാണത്തെ സംബന്ധിച്ചാണ് ഈ സമരം ഇന്നേക്ക് മാറ്റിവെച്ചത്. നമുക്കറിയാം, CITUവിന്റെ നേതൃത്വത്തിൽ ഇതുപോലൊരു സമരം സംസ്ഥാന വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ നമ്മുടെ രാജ്യത്ത് പെട്രോൾ, ഡീസൽ, പാചകവാതകങ്ങൾക്കൊക്കെ ഒരു നിയന്ത്രണവുമില്ലാതെ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതിനെതിരായിട്ടുള്ള CITU നേതൃത്വത്തിൽ സമരം നടത്തുമ്പോൾ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നമ്മുടെ കേരളം ഭരിച്ച കാലഘട്ടത്ത് ന്യൂസ് ഡെസ്ക് CCV.